അപ്പൊ ഈ റജബ് മാസത്തിലെ നമ്മളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യണം. എത്ര നോമ്പ് നഷ്ടപ്പെട്ടു പോയി? നഷ്ടപ്പെട്ടു പോയ നോമ്പ് നിസ്കാരങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ഖളാ വീട്ടന്നെ വേണം. പ്രത്യേകിച്ച് നിസ്കാരങ്ങൾ ഖളാ വീട്ടന്നെ വേണം. എനിക്ക് കണക്കറിയൂല എന്നൊന്നും റബ്ബിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവിടെ ഒരു കോംപ്രമൈസ് പ്രതീക്ഷിക്കണ്ട. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇനിയുള്ള മാസം അങ്ങനെ ഉപയോഗപ്പെടുത്താം. റജബും ഷഅബാനും ളുഹർ നിസ്കരിക്കാൻ വരുമ്പോൾ ളുഹറിന്റെ മുമ്പ് ഒരു ളുഹർ നിസ്കരിക്കുക, ളുഹറിന്റെ ശേഷം ഒരു ളുഹറും കൂടി നിസ്കരിക്കുക. അപ്പൊ 2 ളുഹർ ഖളാ കൂടി. അസ്റും മഗ്രിബും ഇശാക്ക് അങ്ങനെ ചെയ്യാം. ഖളാ വീട്ടാണ്ട് ഖളാ വീട്ടുക, എന്നിട്ട് സുന്നത്ത് നിസ്കരിച്ചാൽ മതി. ഖളാ വീട്ടാലുണ്ടെങ്കിൽ പിന്നെ അവിടെ സുന്നത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ട, ഖളാ വീട്ടലിനാണ്. അങ്ങനെ റജബും ഷഅബാൻ എല്ലാ നിസ്കാരത്തിനും ഒരു 5-10 മിനിറ്റ് കൂടുതൽ കണ്ടെത്തുകയാണെങ്കിൽ റജബും ഷഅബാനും തീരുമ്പോൾ ധാരാളം നിസ്കാരങ്ങൾ എന്തായി പോകും? ഖളാ വീട്ടി കിട്ടും. നമ്മൾ ചെയ്യാം. റജബ് ഷഅബാനിൽ പൊതുവെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിസ്കാരം ഖളാ. അപ്പൊ വലിയ ഭാരമില്ലാതെ അങ്ങനെ എന്ത് ചെയ്യാം? നിസ്കാരങ്ങൾ ഇങ്ങനെ ഖളാ വീട്ടാം. ഞാനൊരു മനുഷ്യനെ കണ്ടിരുന്നു, 5 വർഷമായിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യാണ്? നിസ്കാരം ഖളാ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാ ളുഹറിന്റെയും മുമ്പ് ശേഷമുള്ള ഓരോ ളുഹർ നിസ്കരിക്കും, അസ്റിന്റെ മുമ്പ് ശേഷമുള്ള ളുഹർ. 5 വർഷമായിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യാണ്? ഇങ്ങനെ നിസ്കരിച്ചോണ്ട്. 5 വർഷം നിസ്കരിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അറിയില്ല. ഉണ്ടെങ്കിലോ ഇനി എങ്ങാനുണ്ടെങ്കിൽ റബ്ബിന് വേണ്ടി കുടുങ്ങിപ്പോകൂലേ? അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്.